എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നേന്ത്രക്കായ കൊണ്ട് വളരെ എളുപ്പത്തിൽ രുചികരമായി തയ്യാറാക്കിയെടുത്തൊരു കറിയാണ് ഇന്നത്തെ. ഈ ഒരു കറി ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു കറി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. നേന്ത്രക്കായ ഒന്നുകിൽ നീളത്തിൽ അല്ലെങ്കിൽ വട്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4-5 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ, സവാള എടുക്കരുത്. ചെറിയുള്ളി എടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയുള്ളി നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രക്കായും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേന്ത്രക്കായ അരിഞ്ഞെടുക്കുമ്പം ഒന്നുകിൽ വട്ടത്തിൽ നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ഖനം കുറഞ്ഞ് കട്ട് ചെയ്യരുത്. ഈ ഒരു രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നല്ലപോലെ വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. നേന്ത്രക്കായ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾക്കിതിനകത്തേക്ക് കായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് ഇതിനകത്തേക്ക് രുചി കൂട്ടാനുള്ള നമ്മുടെ സീക്രട്ട്. ഒരു 3 കഷ്ണം കുടംപുളി എടുത്തിരിക്കുന്ന നേന്ത്രക്കായയുടെ അളവനുസരിച്ച് കുടംപുളി ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നേന്ത്രക്കായയാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് 1-2 സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക. നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന നേന്ത്രക്കായ നോക്കിയിട്ട് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള നാളികേരം എടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുക വേണം. ചെറിയ തീയിലിട്ടിട്ട് വേണം നാളികേരം വറുത്തെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പം സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ മുളക് പൊടി. സ്റ്റൗ ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരത്തിൻ്റെ കളറൊക്കെ നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉലുവാപ്പൊടിയും അതുപോലെ മുളക് പൊടിയും ചേർക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. നല്ലപോലെ ആറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിനകത്തേക്ക് വറുത്തെടുത്ത നാളികേരം ചേർത്ത് കൊടുക്കുക. ഒട്ടും ചൂട് പാടില്ല കേട്ടോ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന നേന്ത്രക്കായ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നേന്ത്രക്കായ വേവിച്ചെടുക്കുമ്പം വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ഇതേ രീതിയിൽ വേണം എടുക്കാനായിട്ട്. വെന്ത് ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറി കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ തന്നെ എടുക്കണം. ഇനി നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുക. തീ സമയത്ത് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നാളികേരം അരച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നല്ലപോലെ അരച്ചെടുക്കണം. അത് അരയ്ക്കുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരക്കി വെച്ചാൽ നമുക്ക് എളുപ്പം നല്ലപോലെ അരഞ്ഞു കിട്ടും അത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഉടനെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഈ കറിയിലേക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. മിക്സിയുടെ ജാറിനകത്തേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത് ഒരുപാടങ്ങ് ലൂസായിട്ടിരിക്കുന്ന കറിയല്ല, കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടി കിട്ടുന്ന കറിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ്, നാടൻ കറികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ല വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി, കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതാണല്ലോ, അപ്പോൾ അതൊന്ന് തിളച്ച് കറക്റ്റ് പാകമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളികേരമൊക്കെ വറുത്തരച്ച് ചേർത്തത് കൊണ്ടും പിന്നെ ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ, നമ്മുടെ കറിക്ക് നല്ലൊരു വാസനയാണ് കേട്ടോ. പിന്നെ ടേസ്റ്റും അത് ഗംഭീരം തന്നെയാണ്. അതായത് ആ കുടംപുളി ചേർത്തുകൊണ്ട് കറിക്കൊരു വേറെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല വെച്ചാൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കുടംപുളിയൊക്കെ ചേർത്തിട്ട്.
ദാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഞാൻ ദാ സ്റ്റൗവിൽ നിന്ന് മൺചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്